നമ്മുടെ കേരള സ്റ്റൈലിൽ മാക്രോണി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഒന്നും ചിലത് നമുക്ക് നമ്മുടെ ടേസ്റ്റുമായിട്ട് അഡ്ജസ്റ്റ് ആവില്ലല്ലോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് ഗ്യാസ് ഓൺ ചെയ്തിട്ട് വെള്ളം ഒന്ന് തിളക്കാൻ വെക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പും അതുപോലെ തന്നെ നമ്മൾ കുറച്ചൊന്ന് ഓയിൽ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതിനകത്തോട്ട് തന്നെ നമുക്ക് കുറച്ചൊന്ന് ഓയിൽ കൂടി, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉണ്ടാവില്ലേ കയ്യിൽ, അപ്പോൾ വെജിറ്റബിൾ ഓയിൽ വളരെ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഓയിലും. ഇതിന് നന്നായി തിളക്കുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ടേക്ക് മാക്രോണി ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ടേക്ക് മാക്രോണി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ ഒരു രീതിയിലുള്ള, അപ്പോൾ കുറേ സ്റ്റൈൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഒരു രീതിയിലുള്ളത്. ഇപ്പോൾ 200 ഗ്രാമാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അതിന് കണക്കായിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് പറഞ്ഞിരുന്നത്. 200 ഗ്രാം മാക്രോണി നമുക്കൊന്ന് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ മതി കേട്ടോ. 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇതിനൊന്ന് വേവിച്ചെടുക്കാം. മൂടി വെക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടോ, കറക്റ്റ് 10 മിനിറ്റായി. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് കണ്ടില്ലേ, ഇതിൻ്റെ പാകം ഒന്ന് നോക്കാം. ഇപ്പോൾ നല്ല കുക്കായി വന്നിട്ടുണ്ട്. ശരിക്കും 10 മിനിറ്റ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി ഇതിനെ നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചൂടായ പാനിലോട്ടേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. വെജിറ്റബിൾ ഓയിൽ ചെയ്യുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള പാസ്ത അതുപോലെ തന്നെ മക്രോണിയൊക്കെ ചെയ്യുമ്പോൾ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിനകത്തോട്ടേക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. അപ്പോൾ സവാള ഇപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഏകദേശം ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ 200 ഗ്രാമൊക്കെ അല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു മീഡിയം സൈസ് സവാള എടുത്താൽ മതി. അപ്പോൾ സവാള ആദ്യം നമുക്ക് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ മാക്രോണിയിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പ് കൂടി ചേർത്തിട്ട് സവാള ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്ത്, ഞാൻ പറഞ്ഞത് കുറച്ച് നാടൻ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതുപോലെയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ പച്ചമുളക് ഒരു 3 എണ്ണം ഉപയോഗിച്ചിരിക്കുന്നത്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണം, കാരണം നമ്മൾ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. കാശ്മീരി ആട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ മുളക് പൊടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഒരു 3-4 എണ്ണത്തിനടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിനകത്തോട്ടേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം എടുത്തതിൻ്റെ ശരിക്കും ഒരു ചെറിയ പോർഷൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒന്ന് നല്ല ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെയാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ളതൊന്നും ചേർത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്ന് സാധാരണ ചെയ്യുന്ന രീതിയിൽ നിന്നും കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു മെത്തേഡ് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കും. മാക്രോണി ഇഷ്ടപ്പെടാത്തവരാണെങ്കിലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. കാരണം ഞാൻ പൊതുവെ മാക്രോണി കഴിക്കാത്ത ആളാണ്. പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കും ഇഷ്ടമാണ് കഴിക്കാൻ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. അതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്ക് പൊടികൾ ഓരോന്നായി ചേർക്കാം. അപ്പോൾ കുരുമുളക് പൊടിയാണ് ഞാൻ ആദ്യം ചേർക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ എരിവിന് പച്ചമുളക് ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ കുരുമുളക് പൊടി ഉപയോഗിച്ചതുകൊണ്ട് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കും. കാരണം കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കളർഫുള്ളായിരിക്കും കിട്ടും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കാണാനും നല്ലൊരു കളറായിട്ട് തന്നെ ആയിരിക്കും കാശ്മീരി മുളക്, നമ്മളെ പിരിയമുളക് പൊടിച്ചിട്ടുള്ളതാണെങ്കിൽ. അപ്പോൾ ഇനി അതൊന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ അതുകൂടി ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുക. പൊടികളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മുളക് പൊടി ചെയ്യുമ്പോൾ എന്തായാലും ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. ഇനി ഇതിനകത്തോട്ടേക്ക് ഒരു 1/2 ടീസ്പൂണിനടുത്ത് ഗരം മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗരം മസാല കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ടേക്ക് തക്കാളി, ഒരു തക്കാളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നല്ല പഴുത്ത തക്കാളി. അപ്പോൾ അതൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ.
അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരു 3 മിനിറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് നന്നായിട്ട് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോഴാണ് ആ തക്കാളിയുടെ ടേസ്റ്റ് ശരിക്കും ഈ സവാളയായിട്ടൊക്കെ ഒന്ന് ചേർന്ന് വരുക. 2-3 മിനിറ്റ് നമുക്കിതിനൊന്ന് വഴറ്റാം. അപ്പോൾ തക്കാളിയൊക്കെ ശരിക്കും നന്നായിട്ട് വഴണ്ട് ആ ഒരു അതിൻ്റെ ടേസ്റ്റൊക്കെ ശരിക്കും നല്ല ഒരു രുചിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒരു മുട്ട ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ടേനെ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് മുട്ട പൊട്ടിച്ചൊഴിച്ചത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ഇതിനകത്തിട്ടിട്ട് ചകഞ്ഞെടുക്കാം നമുക്ക്. അത് ഇതുമായിട്ട് നന്നായി. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് നമുക്ക് ഇതിനൊന്ന് ചകഞ്ഞെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഞാൻ നന്നായിട്ട് കണ്ടില്ലേ, മുട്ട ഇതൊക്കെ നന്നായി ചകഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാക്രോണി ഒന്ന് ചേർത്തിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചെറിയൊരു കാര്യം കൂടി ഉണ്ട് ഇതിനകത്ത്, അതുകൂടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാക്രോണി റെഡിയായി. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇത് എഗ്ഗും അതുപോലെ തന്നെ സവാള ഇതൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പാകം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ, ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ഇതിനകത്ത് കുറച്ചൊരു മാറ്റം വരുത്താണ്. ഇതിനകത്ത് നമ്മൾ നേരത്തെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ ചിക്കൻ കറി ഉണ്ടാക്കി അപ്പോൾ വൈകുന്നേരം നമ്മൾ മാക്രോണി ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ചിക്കൻ്റെ ഗ്രേവി ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ തട്ടുകട ഡിഷസൊക്കെ ചെയ്യുന്ന ആ ഒരു ടിപ്പ് ഉണ്ടല്ലോ, അതൊന്ന് നിങ്ങൾ ഇതിനകത്ത് യൂസ് ചെയ്ത് നോക്കുക. അത് വേറെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് മാറി ശരിക്കും നമ്മുടെ കേരള ടേസ്റ്റിലോട്ട് വന്ന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ചിക്കൻ്റെ ഗ്രേവി കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർക്കുമ്പോഴായിരിക്കുമല്ലോ മാക്രോണിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ്? ശരിക്കും നമ്മൾ സാധാരണ നാടൻ ഡിഷസൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിലോട്ട് കൊണ്ടുവന്നില്ലേ ഇതിനെ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, നല്ല സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. പിന്നെ നല്ല സ്പൈസി ആയിട്ടല്ലേ ഇരിക്കുന്നത് ആ ഗ്രേവി കൂടി ചേർത്തുകൊണ്ട്. ഇനി നിങ്ങൾ ചിക്കൻ കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അല്ലാതെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കുറച്ച് മല്ലിയില കൂടി ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ, നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം ഞാൻ മക്രോണി ഒരു സെർവിങ് ബൗളിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് മല്ലിയില അതിന് മുകളിലേക്ക് കൂടി തൂവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നല്ല സ്പൈസിയാണ്, പിന്നെ ഇതൊരു നാടൻ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ല നല്ല ഡിഷസുമായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.